കേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്യാനാണ് പോകുന്നത്. അനക്കാതെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് ഇതുപോലെ അലിഞ്ഞു വരും. അതിനുശേഷം ഇളക്കി കൊടുത്തുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങൾക്ക് ചൂടുവെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. അതിനുശേഷം അതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഹൈ സ്പീഡിൽ തന്നെ ഒരു 30 സെക്കൻഡ് നേരം നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം മധുരത്തിൻ്റെ പാകത്തിന് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 3 ഗ്രാമ്പ് കൂടെ ചേർത്ത് വീണ്ടും ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് നേരം നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിക്കാണ് ഉണ്ടാകുക. ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലിൻ്റെ ചൂടൊക്കെ നല്ലപോലെ മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ട് വേണ്ടത്. ഇനി ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ലപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദയിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കൂട്ട് ഒഴിച്ചു കൊടുത്ത് 2-3 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രത്തിൽ ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നല്ലപോലെ ചൂടാക്കി എടുത്തിരിക്കുന്നതാണ്. നല്ലപോലെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 30 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചൂട് മാറിയതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു കേക്കിൽ ക്യാരറ്റും ആ ഒരു കാരമലിൻ്റെ രുചിയൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കേക്ക് ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.